ഹായ് ഹലോ ഇറ്റ്സ് മീ ഷഹന ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഡൈനിങ് വെന്യൂ എന്നറിയപ്പെടുന്ന അറ്റ്മോസ്ഫിയർ ഹോട്ടലിൽ, അതായത് ബുർജ് ഖലീഫയിലെ 122nd ഫ്ലോറിലുള്ള അറ്റ്മോസ്ഫിയർ ഹോട്ടലിൽ ഹൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. സോ സ്റ്റേ വിത്ത് മീ ആൻഡ് വാച്ച് ദ വീഡിയോ ടിൽ ദ എൻഡ്. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു അൾട്രാ ലക്ഷറി റെസ്റ്റോറൻ്റ് ആണ്. ഓഫ് കോഴ്സ് ബുർജ് ഖലീഫയ്ക്ക് ഉള്ളിലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ലക്ഷറി മനസ്സിലാക്കാം. ഇത് ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ റെസ്റ്റോറൻ്റ് എന്ന് കൂടി റാങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹോട്ടലാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഹാസ് എ വെരി എലഗൻറ്റ് ഇൻറ്റീരിയേഴ്സ് ആൻഡ് അതിൻ്റെ ഒരു പനോരമിക് വ്യൂസ് എന്ന് പറയുന്നത് ഒരുപാട് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻ്റ് ആണ് അറ്റ്മോസ്ഫിയർ. അർമാനി ഹോട്ടലിൻ്റെ ലോഞ്ച് വഴിയാണ് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ എത്തിയതിന് ശേഷം വാലറ്റ് പാർക്കിങ്ങിൽ നമുക്ക് നമ്മുടെ കാഴ്സ് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ലോഞ്ച് വഴി എൻ്റർ ചെയ്യാം. അവരുടെ ലോബിയിൽ എത്തിയതിന് ശേഷം സി ഫ്ലോറിൽ ആദ്യം ചെല്ലണം. അപ്പോൾ അവരുടെ ആക്സസ് കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സി ഫ്ലോറിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. $123 ഫ്ലോറിൽ ഇറങ്ങിയിട്ട് ഒരു ഫ്ലോർ താഴെ പോയി കഴിഞ്ഞാലാണ് അറ്റ്മോസ്ഫിയർ ഉള്ളത്. 122nd. ഇതാണ് 123rd എന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഡെക്കേഴ്സൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ആ ഒരു സ്റ്റേ കേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. വൺ വീക്ക് മുന്നേ നമ്മൾ ബുക്ക് ചെയ്താൽ മാത്രമേ സീറ്റ്സൊക്കെ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി 1 വീക്ക് മുന്നേ ഇത് ബുക്ക് ചെയ്തിരുന്നു. സോ നമുക്ക് വിൻഡോ സീറ്റ് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. സോ ഞങ്ങൾ എക്സ്ട്രാ പേ ചെയ്തിരുന്നു. സോ നമുക്ക് വിൻഡോ സീറ്റ് കിട്ടി. സോ ഞങ്ങൾ വന്നു, സീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കാണ് കൊണ്ടുവന്നത്. നല്ല ഒരു ടേസ്റ്റുള്ളൊരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കായിരുന്നു. സോ ഇതാണ് നമ്മുടെ വിൻഡോ സീറ്റിൽ നിന്നുള്ള വ്യൂ. നേരെ താഴെ ദുബൈയുടെ ഫൗണ്ടൻ ആണ് കാണുന്നത്. ഈവനിങ്ങിന് ശേഷം ബുക്ക് ചെയ്താൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഫൗണ്ടൻ ഷോ അവിടെ ഇരുന്ന് കാണാൻ പറ്റും. നല്ല ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കായിരിക്കും ഈ സമയത്ത് ബുർജ് ഖലീഫ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. അതിനുശേഷം അവർ നമുക്ക് സാൻഡ്വിച്ചസ് കൊണ്ട് തന്നു. ദെൻ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട്, പിന്നെ കുക്കുംബർ സാൻഡ്വിച്ച് ഉണ്ട്, ലോബ്സ്റ്റർ സാൻഡ്വിച്ച്, എഗ് സാൻഡ്വിച്ച്, പിന്നെ ചീസ് സാൻഡ്വിച്ചാണുള്ളത്. നമുക്ക് എന്തെങ്കിലും അലർജീസൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി അവരോട് പറയണം. ചിലർക്ക് ഫുഡ് അലർജി ഉണ്ടായിരിക്കും, ചിലർക്ക് ഷ്രിംസ് ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം അത് ഓൾറെഡി അവരോട് നമ്മൾ പറയണം. ഇതൊരു സാമൺ വെച്ചിട്ടുള്ളൊരു സാൻഡ്വിച്ച്. അതൊരു അതിൻ്റെ പുറത്തിരിക്കുന്നത് ക്യാവിയറാണ് കേട്ടോ. പിന്നെ ഒരു ചിക്കൻ്റെ സാൻഡ്വിച്ച് കൂടെ ഉണ്ടായിരുന്നു. അതാണ് റൈറ്റ് സൈഡിലിരിക്കുന്ന സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ വന്നാൽ എന്തായാലും ഉറപ്പായിട്ട് 24 ക്യാരറ്റ് ഗോൾഡ് ഫ്ലേക്സ് ഇട്ടിട്ടുള്ള കോഫി ട്രൈ ചെയ്യണം. ടു ഡു ലിസ്റ്റിൽ നിങ്ങൾ വെക്കേണ്ട ഒരു കാര്യം കൂടെയാണ് കേട്ടോ 24 ക്യാരറ്റ് ഗോൾഡ് കോഫി എന്ന് പറയുന്നത്. ഒരു നല്ലൊരു കോഫിയാണ്. ക്യാപ്പിച്ചിനോസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും.
നിങ്ങൾക്കിവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2.5 hours നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഈ 2.5 hours നമുക്കിതിനകത്ത് സ്പെൻഡ് ചെയ്യാം. അത്ര നല്ലൊരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂവും നല്ല ഫുഡുമാണ്. അപ്പം വൺ ടൈമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നല്ല ഫുഡാണ്. ഉറപ്പായിട്ടും ഹൈ എൻഡ് ലക്ഷറി റെസ്റ്റോറൻറ്റ്സിലൊക്കെ അത്രമാത്രം നല്ല ക്വാളിറ്റിയുള്ള ഫുഡ്സായിരിക്കും അവർ തരുന്നത്. പിന്നെ ഈ 24 karat ഗോൾഡ് കോഫി നല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഗോൾഡ് ഫ്ലേക്സിൻ്റെ ഒന്നും യാതൊരു ടേസ്റ്റൊന്നുമില്ല. ഹൈലി എഡിബിളായിട്ടുള്ള ഫോമിലുള്ള ഒരു ഫ്ലേക്സാണ് അതിലുള്ളത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഷുഗർ ഇട്ടിട്ട് വേണം അത് കുടിക്കാനായിട്ട്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്തത് ഹൈ ടീ ആയിരുന്നു. നമ്മളൊരു 2:30 ടൈമിലൊക്കെയാണ് പോയത്. സോ വലിയ തിരക്കൊന്നുമുള്ള സമയമൊന്നും ആയിരുന്നില്ല. ഏകദേശം ഫൗണ്ടൻ ഷോ ഒക്കെ തുടങ്ങുന്ന സമയത്ത് തിരക്കുണ്ടാവും. ഈ ഒരു സമയത്ത് ഈ ഒരു സീറ്റിലിരുന്നാലാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ആ വ്യൂ കിട്ടുന്നത്. ഫൗണ്ടൻ്റെ ഒക്കെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്നതാണ് ദുബായ് മാൾ എന്ന് പറയുന്നത്. പിന്നെ MRൻ്റെ ബിൽഡിങ്സ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ദുബായ് ഫുള്ളിങ്ങനെ കാണാൻ പറ്റും ഇവിടെ ഇരുന്നാൽ. ഇതാണ് ദുബായിലെ ഏറ്റവും ലക്ഷറി വ്യൂ ഉള്ള വാഷ്റൂം എന്ന് പറയുന്നത്. ഇത് ഇവിടുത്തെ വാഷ്റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. താഴോട്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരു ലോങ് വെയിറ്റിന് ശേഷം ഇവരുടെ ഈ ഒരു ഡെസേർട്ട്സ് കൊണ്ടുവന്നു. എല്ലാം വൺ ആൻഡ് ദ ബെസ്റ്റാണ്. ഇതിനകത്ത് പാഷൻ ഫ്രൂട്ടുണ്ട്, പിന്നെ കൊക്കോൻ്റെ ഉണ്ട്, ദെൻ ഹേസൽനട്ടിൻ്റെ ഉണ്ട്, ഡേറ്റ്സിൻ്റെ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്. എല്ലാത്തിനും നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു. ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പിന്നെ ഹൈ ഷുഗർ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു വളരെ സ്മൂത്തായിട്ടുള്ള ഡെസേർട്ട്സാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അത് കഴിച്ച് ലാസ്റ്റായിട്ട് ഇതേ മഫിൻസ് പോലെ ഇരിക്കുന്ന ഇത് കൊണ്ട് തന്നായിരുന്നു. അതിൻ്റെ കൂടെ ഡിപ്സ് ഉണ്ടായിരുന്നു. അത് ചെറീസ്, ഡേറ്റ്സ്, ദെൻ ചീസായിരുന്നു കേട്ടോ ടിപ്പ് എന്ന് പറയുന്നത്. അത് നല്ല ടേസ്റ്റായിരുന്നു. അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം 100 ദിർഹത്തിൻ്റെ ക്യാപ്പിച്ചീനോ നിങ്ങൾക്ക് ആ ഗോൾഡ് ഫ്ലേക്സ് ഉള്ള 24 karat ഗോൾഡ് കോഫി കഴിക്കാൻ വന്നാലും നിങ്ങൾക്ക് അവിടെ സീറ്റിങ് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ട്, വൺ ടൈമൊക്കെ, എപ്പോഴും പറ്റത്തില്ലെങ്കിലും വൺ ടൈമൊക്കെ നമുക്ക് ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. അത്ര എനിക്കിഷ്ടപ്പെട്ടിരുന്നു. സോ നമ്മുടെ ടൈം കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ കുറേ നേരം നമുക്കവിടെ റെസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വന്ന് വാലറ്റ് പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പുറത്ത് വന്നു. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.